Hey, this is me, Casac Benjali. പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ തുടങ്ങുന്ന ബഹുഭൂരിഭാഗം ബിസിനസ്സുകൾ പ്രത്യേകിച്ചും സ്റ്റാർട്ടപ്പുകൾ തുടങ്ങി ആദ്യത്തെ 5 വർഷമാകുമ്പോഴേക്കും പൂട്ടിപ്പോകുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഇനി ശേഷം ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക. ഈ പ്രശ്നങ്ങൾ ഏതെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സും പരാജയപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 10 പ്രധാന കാരണങ്ങളാണ് ഞാൻ നോട്ട് ചെയ്യാൻ പോകുന്നത്. നമ്പർ 1, നോ ഓൺട്രപ്രണോറിയൽ മൈൻഡ് സെറ്റ്. അതായത് പല ബിസിനസ്സുകാരും ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഒരു എംപ്ലോയി ആയിരിക്കും, അതല്ലെങ്കിൽ ഏതെങ്കിലും മേഖലയിൽ നല്ല എക്സ്പെർട്ട് ആയിട്ടുള്ള സ്കിൽ ഉണ്ടാവും. സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനുള്ള സ്കിൽ ഉണ്ടാവും, പ്രോഡക്റ്റ് ഉണ്ടാക്കാനുള്ള കഴിവുണ്ടാവും, അല്ലെങ്കിൽ സെയിൽസ് പരിചയം ഉണ്ടാവും, അക്കൗണ്ട്സിൽ നല്ല എക്സ്പെർട്ടൈസ് ഉണ്ടാവും. അതും വെച്ചിട്ടായിരിക്കും ബിസിനസ് തുടങ്ങുന്നത്. പക്ഷേ ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ മൈൻഡിനകത്തൊരു ബിസിനസ്സുകാരൻ ഉണ്ടായിരിക്കണം. ഒരു ബിസിനസ്സുകാരന്റെ മൈൻഡ് സെറ്റും ഒരു എംപ്ലോയിയുടെ DNA രണ്ടാ. ഈ 2 DNAയിൽ ജീവിക്കുന്ന ആളുകളാണ്. സോ റിസ്ക് എടുക്കാനുള്ള ചാലഞ്ചിങ് ആയ, സെൽഫ് ഡിസിപ്ലിൻ ആയ, സെൽഫ് മോട്ടിവേറ്റഡ് ആയ ഒരു മൈൻഡ് സെറ്റ് ഇല്ലെങ്കിൽ ബിസിനസ് പരാജയപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു വലിയ പ്രശ്നം പലപ്പോഴും എംപ്ലോയി മൈൻഡ് സെറ്റിൽ നിന്ന് ഒരു ഓൺട്രപ്രണർ ആവാതെ നിങ്ങൾ ബിസിനസ്സിലേക്ക് ഇറങ്ങിച്ചേരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നമായിരിക്കുന്നത്. സോ നമ്പർ 2, ഇംപ്രോപ്പർ പ്ലാനിങ് ആണ്. ബിസിനസ് തുടങ്ങണം എന്ന് വിചാരിച്ച്, എന്തെങ്കിലുമൊക്കെ തുടങ്ങണം എന്ന് വിചാരിച്ച് കുറച്ച് ക്യാഷ് എവിടെയെങ്കിലും കളക്ട് ചെയ്തിട്ടോ, അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഡക്റ്റ് പ്ലാൻ ചെയ്തിട്ടോ അങ്ങ് ഇറങ്ങിച്ചേരും. പക്ഷേ ബിസിനസ് എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത്, എന്തൊക്കെയാണ് അതിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്, എങ്ങനെയാണ് ഫൈനാൻസ് കൺട്രോൾ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടാവില്ല. ഒരു ബിസിനസ് വിജയിപ്പിക്കാൻ ആവശ്യമായ കംപ്ലീറ്റ് പ്ലാൻ നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ വിജയിക്കാനുള്ള സാധ്യത വളരെ പ്രയാസമേറിയതാണ്. യു ഹാവ് ടു ബി വെരി കെയർഫുൾ. നമ്പർ 3, നോ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്. പ്രോഡക്റ്റ് സൂപ്പറാണ്, നല്ല മാർക്കറ്റും ഉണ്ട്, എന്നിട്ട് പോലും പല സ്ഥാപനങ്ങളും പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്. കാരണം എന്താണെന്നറിയോ? പ്രോപ്പർ ആയിട്ടുള്ള ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഇല്ലാത്തതുകൊണ്ടാണ്. ഫണ്ട് ഒരുപാട് വരുന്ന സമയത്ത് ഈ ഫണ്ട് എല്ലാം കൂടെ എന്താണ് ചെയ്യേണ്ടത് പലർക്കും അറിയില്ല. ആവശ്യമില്ലാത്ത അക്വിസിഷൻ നടത്തും, ആവശ്യമില്ലാത്ത സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യും, ആവശ്യമില്ലാത്ത കമ്പനികൾ ഏറ്റെടുക്കും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് പല സ്ഥാപനങ്ങളും പൊളിഞ്ഞു പോയിട്ടുണ്ട്. സോ ഇംപ്രോപ്പർ ആയിട്ടുള്ള ഫൈനാൻഷ്യൽ പ്ലാനിങ് ബിസിനസ് പരാജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണമാണ്. നമ്പർ 4, നോ ഡിഫറൻസിയേഷൻ. ഈ ഇന്ത്യയിൽ നിന്ന് പുതിയ പ്രോഡക്റ്റുകൾ ഉത്പാദിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ പുതിയ പ്രോഡക്റ്റോ സർവീസോ കൊണ്ടുവരുന്ന സമയത്ത് ചെയ്യുന്നൊരു കാര്യമുണ്ട്, പാറ്റന്റ് റിക്വസ്റ്റ്. പാറ്റന്റിന് വേണ്ടിയുള്ള റിക്വസ്റ്റ് അമേരിക്കയായിട്ട് മറ്റു രാജ്യങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയിൽ വളരെ കുറവായിട്ടാണ് കാണപ്പെടുന്നത്. അതിന്റെ പ്രധാന റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോഡക്ട്സുകൾ ഉണ്ടാക്കുന്നില്ല. എല്ലാവരും തുടങ്ങുന്ന അതേ ബിസിനസ് വീണ്ടും തുടങ്ങുന്നു. ഒരാൾ തുടങ്ങി അതേ പാറ്റേൺ, അതേ മാർക്കറ്റിംഗ്, അതേ ബിസിനസ് മോഡൽ. ഒരാൾ സക്സസ് ആയി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും അത് തന്നെ തുടങ്ങും. ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്കറിയാം, ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞ രീതിയിൽ 8 കമ്പനീസ്. ബൈജൂസ് സക്സസ്ഫുൾ ആയതോടുകൂടി പിന്നെ തലങ്ങും വിലങ്ങും നമ്മൾ കണ്ടത് 8 കമ്പനീസിന്റെ ഒരു പെരുന്നാളാണ്. ഒരു ഡിഫറൻസിയേഷനും ഇല്ല, പ്രത്യേകിച്ച് ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് പോലും ക്രിയേറ്റ് ചെയ്യാതെ തുടങ്ങുക. ഇതും ഒരു ബിസിനസ് പരാജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണമാണ്. കാരണം ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉള്ള മാർക്കറ്റിലേക്ക് പ്രത്യേകിച്ച് ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജും ഒരു ഡിഫറൻസിയേഷൻ ഇല്ലാതെ നിങ്ങൾ ജമ്പ് ചെയ്യുന്നത് ആത്മഹത്യാപരം തന്നെയാണ്. സോ യു ഹാവ് ടു ക്രിയേറ്റ് സംതിങ്. ഓക്കെ. നമ്പർ 5, ലാക്ക് ഓഫ് പ്രോപ്പർ എക്സിക്യൂഷൻ. പ്ലാനുകളൊക്കെ ഉണ്ടാവും, സ്ട്രാറ്റജി ഉണ്ടാവും, പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്യുന്നിടത്താണ് ഒരു ബിസിനസിന്റെ വിജയം. പ്രോപ്പർ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാനുള്ള മെഷീനറി, മെക്കാനിസം, സ്ട്രാറ്റജീസും നിങ്ങളുടെ ബിസിനസ്സിനകത്ത് ഓപ്പറേഷണൽ എഫിഷ്യൻസി നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് പരാജയപ്പെടുക തന്നെ ചെയ്യും. കാരണം ഇന്ന് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി 2 മാസം കഴിഞ്ഞിട്ട് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴേക്കും കോമ്പറ്റീറ്റേഴ്സ് അവിടെ സ്ഥലം പിടിച്ചടക്കിയിട്ടുണ്ടാവും. സോ എക്സിക്യൂഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പല സ്ഥാപനങ്ങളും പ്ലാൻ ഇല്ലാത്തതുകൊണ്ടല്ല, പക്ഷെ പ്ലാൻ പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ അറിയാത്തത് കൊണ്ടും ശ്രമിക്കാത്തത് കൊണ്ടാണ് പരാജയപ്പെടാറുള്ളത്. നമ്പർ 6, ലാക്ക് ഓഫ് ഓർഗനൈസിങ് റിസോഴ്സ്. പല ബിസിനസ്സുകളും പരാജയപ്പെടുന്നതിന്റെ കാരണം എന്താണ്? നല്ല ഹ്യൂമൻ റിസോഴ്സ് ഉണ്ട്, നല്ല ഫൈനാൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ ഇതിന് പ്രോപ്പർ ആയിട്ട് ഒരു മിഷനിലേക്കും വിഷനിലേക്കും എത്തിക്കാൻ ആവശ്യമായ രീതിയിലുള്ള സ്ട്രാറ്റജിക് ഓർഗനൈസിങ് ഉണ്ടാവില്ല, ഒരു സിസ്റ്റം ഉണ്ടാവില്ല, ഒരു SOP ഉണ്ടാവില്ല, ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഉണ്ടാവില്ല, വേണ്ട രീതിയിലുള്ള ടെക്നോളജി ഇന്റഗ്രേഷൻ നടന്നിട്ടുണ്ടാവില്ല. സോ പലപ്പോഴും അണ്ടർ യൂസ്ഡ് ആയിരിക്കും. നല്ല കഴിവുള്ള കോമ്പറ്റീറ്റീവായ പല ആളുകളും അവരുടെ പൊട്ടൻഷ്യലിന്റെ 10%, 20% പോലും ഉപയോഗിക്കാൻ കഴിയാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ നിൽക്കുന്നുവെങ്കിൽ അതിന്റെ കാരണം നിങ്ങൾക്ക് റിസോഴ്സ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണ്. നിങ്ങളുടെ കയ്യിലുള്ള റിസോഴ്സിന് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ അറിയില്ലെങ്കിൽ അത് നിങ്ങളുടെ ബിസിനസ് പരാജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളായിരിക്കും. നമ്പർ 7, ലാക്ക് ഓഫ് ഫോക്കസ്. ഇത് ഒരുപാട് ബിസിനസ്സുകാർ നേരിടുന്ന ഒരു പ്രശ്നം. ഒരു ബിസിനസ് ഒക്കെ തുടങ്ങി ആദ്യത്തെ 3 മാസം രാവും പകലും അതിന്റെ പുറകിൽ അങ്ങോട്ട് ഓടും. ചിലപ്പോൾ 6 മാസം വരെയൊക്കെ അതിന്റെ പുറകിൽ ഓടും. ബിസിനസ്സിലേക്ക് നല്ല രീതിയിൽ റവന്യൂ വരാൻ തുടങ്ങുമ്പോഴേക്കും ഫോക്കസ് മാറി, എന്റർടൈൻമെന്റ്, എൻജോയ്മെന്റിലേക്ക് മാറും. ബിസിനസ് ഡെവലപ്പ് ചെയ്യണം, ബിസിനസ് ഗ്രോ ചെയ്യണം, ബിസിനസിന്റെ നെക്സ്റ്റ് മൈൽ സ്റ്റോൺ കീപ്പ് ചെയ്യണം എന്നതൊന്നും ഉണ്ടാവില്ല.
പേഴ്സണൽ പ്ലഷറിന്റെ പുറത്തു പോവുകയും ഓൺട്രപ്രണർക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഫോക്കസ് നഷ്ടപ്പെടും, ധൈര്യം നഷ്ടപ്പെടും, മറ്റ് പല സ്ഥലത്തേക്ക് പോകും. അതല്ലെങ്കിൽ ഒരു ബിസിനസ് അങ്ങ് തുടങ്ങി അതങ്ങ് ക്ലിക്കായി കുറച്ച് കാശ് വരുമ്പോഴേക്കും ആ പൈസയും കൊണ്ട് കുറേ ബിസിനസ്സിലേക്ക് അവിടെയും ഇവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഓടിപ്പോകും. മൈ ഡിയർ ഫ്രണ്ട്സ്, ഒരു ബിസിനസ് തുടങ്ങി ഒരു ബിസിനസ് ഒന്ന് ട്രാക്കിലേക്ക് വന്നത് ഒരു ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് എത്തുന്നതിന് മുമ്പ് മറ്റുള്ളിടത്തേക്ക് നിങ്ങളുടെ ഫോക്കസ് പോയി കഴിഞ്ഞാൽ രണ്ടും നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇത് പല ബിസിനസ്സുകളും പരാജയപ്പെടുന്നതിന്റെ പ്രധാന റീസണുകളാണ്. നമ്പർ 8, നോട്ട് അറ്റൻഷൻ ടു ദ ടാർഗറ്റ് കസ്റ്റമർ. അതായത് നിങ്ങളുടെ കസ്റ്റമറോടാണ് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. നിങ്ങളുടെ കസ്റ്റമർ ആരാണെന്നുള്ള ക്ലാരിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നിങ്ങളിൽ നല്ല പ്രോഡക്റ്റ് ഉണ്ട്, പക്ഷെ നിങ്ങൾ 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് 20-കാരനും 30-കാരനും ഒക്കെ യൂസ് ചെയ്യുന്ന ഇൻസ്റ്റഗ്രാമിൽ പരസ്യം ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവരെ ഏജിനെ കുറിച്ച് ബോധറാകുന്ന ഒരു കമ്മ്യൂണിറ്റിയോട് വേണം നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. സോ നിങ്ങളുടെ കസ്റ്റമർ അല്ലാത്ത ആളുകളോടാണ് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ കസ്റ്റമറിലേക്ക് നിങ്ങളുടെ മാർക്കറ്റിംഗ് മെസ്സേജ്, നിങ്ങളുടെ സെയിൽസ് മെസ്സേജ്, നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള മെസ്സേജ് പ്രോപ്പറായിട്ട് എത്തിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ അത് പരാജയ കാരണം. പല ബിസിനസ്സുകളും റോങ് മാർക്കറ്റിംഗ് പൊസിഷനിങ് ആണ്. നിങ്ങളുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൽ ഡിസിഷൻ എടുക്കുന്ന ആളുകളോടല്ല നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ ഓഫ്കോഴ്സ് നിങ്ങൾ പരാജയപ്പെടുക തന്നെ ചെയ്യും. അതാണ് 8ാമത്തെ ബിസിനസ് പരാജയത്തിന്റെ കാരണമായിട്ട് കണക്കാക്കപ്പെടുന്നത്. നമ്പർ 9, ഡിഫറൻസ് ബിറ്റ്വീൻ യു ആൻഡ് ബിസിനസ്. പല ആളുകളും കണക്കാക്കിയിരുന്നത് ഞാൻ തന്നെയാണ് ബിസിനസ്, ബിസിനസ് തന്നെയാണ് ഞാൻ എന്നുള്ള. അല്ല, ബിസിനസിനെയും നിങ്ങളെയും മാറ്റി നിർത്താൻ നിങ്ങൾക്ക് കഴിയണം. ബിസിനസിന്റെ ക്യാഷിനെ എടുത്തിട്ട് നിങ്ങൾ ആവശ്യത്തിന് ചെലവാക്കുന്നു, ബിസിനസിന്റെ ക്യാഷിനെ എടുത്തിട്ട് മറ്റു പലയിടത്തേക്ക് പോകുന്നു. നിങ്ങൾ തന്നെയാണ് ബിസിനസ് എന്ന് വിചാരിച്ചിട്ട് നിങ്ങളും ബിസിനസ്സും ഒന്നാണെന്ന് വിചാരിച്ച് ജീവിക്കരുത്. ബിസിനസ് സെപ്പറേറ്റ് ആണ്, നിങ്ങൾ സെപ്പറേറ്റ് ആണ്. നിങ്ങൾ തുടങ്ങിയെന്ന് വിചാരിച്ചിട്ട് നിങ്ങളും ബിസിനസ്സും ഒന്നല്ല. ഇത് പലപ്പോഴും ബിസിനസ്സും അതുപോലെ തന്നെ ബിസിനസ്സുകാരനും ഒന്നാണെന്ന് വിചാരിച്ച് ചിന്തിക്കുകയും ലൈഫ് സ്റ്റൈൽ ചെയ്യുകയും ചെയ്യുന്നത് പലപ്പോഴും ബിസിനസിന്റെ പരാജയത്തിന്റെ കാരണങ്ങളിൽ ഒന്നാണ്. നമ്പർ 10, നോ കണ്ടിന്യൂസ് ലേണിംഗ്. അതായത് ബിസിനസ് എന്ന് പറഞ്ഞാൽ അത് പഠിക്കേണ്ട ഒന്നല്ല, എക്സ്പീരിയൻസിലൂടെ നേടിയെടുക്കേണ്ട ഒന്നാണ്. തീർച്ചയായിട്ടും ബിസിനസിന് എക്സ്പീരിയൻസ് ആവശ്യമാണ്, ഒരു സംശയമില്ല. പക്ഷെ മാറി 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 വരുന്ന ബിസിനസ് റിക്വയർമെന്റുകൾ മനസ്സിലാക്കാൻ, കസ്റ്റമറുടെ ബിഹേവിയർ മനസ്സിലാക്കാൻ ചിലപ്പോഴൊക്കെ നമ്മൾ പഠിച്ചേ പറ്റും. നമുക്കൊരു പക്ഷേ പല കാര്യങ്ങളെ കുറിച്ചും വ്യക്തമായ എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. ഇപ്പൊ AI ഉപയോഗിച്ച് നിങ്ങളുടെ ബിസിനസ്സിനെ എങ്ങനെ ഓട്ടോമേറ്റ് ചെയ്യാം, എങ്ങനെ ടാർഗറ്റ് കസ്റ്റമേഴ്സിനെ കണ്ടെത്താം, നിങ്ങളുടെ ബിസിനസ്സിന്റെ ഒരുപാട് കാര്യങ്ങൾ AI-യിലേക്ക് എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. നമുക്ക് മുമ്പ് AI ഉപയോഗിച്ച് എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ നമ്മൾ AI കുറിച്ച് ചിലപ്പോൾ പഠിക്കേണ്ടി വരും, അല്ലെങ്കിൽ ChatGPT എങ്ങനെയാണ് ബിസിനസ്സിൽ യൂസ്ഫുൾ ആക്കേണ്ടത് നമ്മൾ പഠിക്കേണ്ടി വരും. പഠിച്ചിട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ മറ്റുള്ളവർ ഓടി എത്തുന്നതിന് മുമ്പേ നമുക്ക് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് എടുക്കാൻ പറ്റും. സോ ഇന്നത്തെ കാലത്ത് ബിസിനസ് എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ട് ലേൺ ചെയ്യണം. പ്രത്യേകിച്ച് ബിസിനസ് എന്ന് പറയുന്നത് നിരന്തര പഠനത്തിന് വിധേയമാക്കി പഠിച്ചുകൊണ്ട് ചെയ്യേണ്ട കാര്യമാണ്. സോ പഠിക്കുന്നില്ലെങ്കിൽ ബിസിനസ് പരാജയപ്പെടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. സോ ഇങ്ങനെയുള്ള ബിസിനസ്സിന് ഉപകാരപ്പെടുന്ന ഒത്തിരി വീഡിയോസ് നമ്മൾ വരും ദിവസങ്ങളിൽ നമ്മുടെ ചാനലിലും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യാനും ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പിന്നെ നിങ്ങളുടെ ലൈഫ് അടുത്തൊരു 1 വർഷം 1.5 വർഷം കൊണ്ട് സൂപ്പർ സക്സസിലേക്ക് പോകണം, നിങ്ങൾക്കൊരു സൂപ്പർ സക്സസ്ഫുൾ ബിസിനസ്സുകാരനാവണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫൈനാൻസ് ഒക്കെ മാനേജ് ചെയ്ത് സെയിൽസ് നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാളായിട്ട് മാറണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ബെഞ്ചാലി ചാമ്പ്യൻസ് ക്ലബ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. നിങ്ങൾക്ക് അംഗമാകാം. സ്വാഗതം. ദിസ് ഇസ് മീ കസാക് ബെഞ്ചാലി. താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ്.